ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് സംഗീത ലോകത്ത് വലിയ നേട്ടങ്ങളുമായി മുന്നേറുന്ന കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പുതുതലമുറയ്ക്ക് പ്രചോദന വ്യക്തിത്വം. അവരുടെ പാട്ടിനെ സ്നേഹിക്കാത്തവർ സൗത്ത് ഇന്ത്യയിൽ ഇല്ലെന്ന് തന്നെ പറയാം. തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുകയും ലക്ഷങ്ങൾ ആരാധിക്കുന്ന ഗായികയാണെങ്കിലും തികഞ്ഞ എളിമയോടെയും നിഷ്കളങ്കതയുമാണ് ഗായികയുടെ ജീവിതം ഇന്ന്. തമിഴിലും മലയാളത്തിലും പിന്നണി ഗാനരംഗത്ത് സജീവമായി നിൽക്കുന്ന താരം സ്റ്റേജ് ഷോകളിലും സജീവമാണ്. 2018-ലായിരുന്നു വിജയലക്ഷ്മിയുടെ വിവാഹം. മിമിക്രി കലാകാരനായ അനൂപാണ് താരത്തെ വിവാഹം ചെയ്തത്. ഇന്ത്യൻ ഡിസൈനർ കോൺസെർട്ടിൽ കൂടലാണ് അനൂപ്. രണ്ടുപേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ പരസ്പര പിന്തുണ നൽകി ജീവിതം മുന്നോട്ട് നയിക്കാമെന്ന പ്രതീക്ഷയിലാണ് വിജയലക്ഷ്മി വിവാഹത്തിന് സമ്മതിച്ചത്. വിവാഹശേഷം ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും അവഗണനകളും അനുഭവിക്കേണ്ടി തുടങ്ങിയിരുന്നു. ശേഷം താരം വിവാഹമോചനം നേടി. ഇപ്പോഴിതാ ദാമ്പത്യ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് വൈക്കം വിജയലക്ഷ്മി. അഡ്ജസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്ന് ഗായിക പറയുന്നു. ചൊല്ലിക്കൊടു, നുള്ളിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കള എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. അതുപോലെ എന്നെയും എൻ്റെ പാട്ടിനെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവരോട് ഞാൻ ചെയ്യാറുള്ളത്. വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ അച്ഛനോടും അമ്മയോടും എല്ലാം ചർച്ച ചെയ്തു. ഡിവോഴ്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ കുടുംബജീവിതം അല്പം അഡ്ജസ്റ്റ് വേണം എന്നൊക്കെ അവർ പറഞ്ഞു. ഒരുമിച്ച് മുന്നോട്ട് പോകാനായി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്തിരുന്നു. എന്നിട്ടും ഒത്തുപോകാൻ കഴിയില്ലായിരുന്നു. എന്നാൽ നീ ആലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. സമൂഹം എന്ത് ചിന്തിക്കും, എന്ന് പറയും എന്നൊക്കെ ഞാൻ ചിന്തിച്ചില്ല. കാരണം എൻ്റെ ജീവിതം എൻ്റേതല്ലേ. മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല. എന്തിനു തുഴിയുമ്പോഴും വിലക്കും. അച്ഛനെയും അമ്മയെ അടുപ്പിക്കില്ലായിരുന്നു. ഒഴിവാക്കാൻ പറയുമായിരുന്നു. അത് ഞാൻ അനുവദിച്ചിരുന്നില്ല. എൻ്റെ ഫ്രെയിമിനോട് ഈഗോയായിരുന്നു തോന്നിയിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം ദാമ്പത്യം സുഖകരമായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറിത്തുടങ്ങി. എന്ത് ചെയ്താലും കുറ്റമായിരുന്നു. ഞാൻ പൂജാമുറിയിൽ കയറുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് പതിവായി. സമാധാനം പോയി. അയാൾ ദേഷ്യപ്പെടുമ്പോൾ സഹിയിട്ട് ഞാനും തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങി. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ഓർമ്മ വരികയും വിഷമം തോന്നുകയും ചെയ്യാറുണ്ട്. നല്ല മനസ്സുള്ള പുരുഷന്മാർ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവത്തെ പോലെ കണ്ട് ബഹുമാനിക്കണം. അല്ലാതെ ദേഷ്യവും ഓവറായ സ്ട്രിക്റ്റ്നെസ്സും കാണിക്കുന്ന വ്യക്തിയാൽ പങ്കാളി എന്ന് വരുന്നെങ്കിൽ അടിമയെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല.